ഗുരുവായൂർ ക്ഷേത്രത്തിൽ തീപിടുത്തമുണ്ടായപ്പോൾ സമീപത്തെ ക്രിസ്ത്യൻ മുസ്ലിം പള്ളികളിൽ കൂട്ടമണിയടിച്ചുകൊണ്ട് മതസൗഹാർദ്ദം കാത്ത മണ്ണാണ് ഗുരുവായൂരിൻ്റേതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അങ്ങനെയൊരു ചരിത്രമുള്ള ഈ സ്ഥലത്ത് മതവർഗീയ വിഷം കലർത്താൻ അനുവദിക്കില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഗുരുവായൂരിൽ LDF തെരഞ്ഞെടുപ്പ് പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഗുരുവായൂരിലെ BJP സ്ഥാനാർത്ഥി B. ഗോപാലകൃഷ്ണന്റെ പരാമർശത്തിനുള്ള മറുപടിയായാണ് മുഖ്യമന്ത്രിയുടെ പ്രസ്താവന. ഗുരുവായൂർ എന്നാൽ ഒരു തീർത്ഥാടന കേന്ദ്രം മാത്രമല്ല, മതനിരപേക്ഷതയുടെ ഇടം കൂടിയാണ്. ഇത്തരം വർഗീയമായ സമീപനങ്ങൾ സ്വീകരിക്കുന്നത് കൊണ്ടാണ് BJPയെയും RSSനെയും കേരളം ഉൾക്കൊള്ളാത്തതെന്നും അദ്ദേഹം പറഞ്ഞു. മതനിരപേക്ഷതയ്ക്ക് പ്രാധാന്യമുള്ള ഗുരുവായൂരിൽ ഇത്തരം പ്രസ്താവനകൾ വില പോകില്ല. ഗുരുവായൂരിൽ നടത്തിയ മേൽപ്പാലം ഉൾപ്പെടെയുള്ള വികസന പ്രവർത്തനങ്ങൾ LDF അധികാരത്തിലുള്ളത് കൊണ്ട് മാത്രമാണ് പൂർത്തീകരിക്കാൻ കഴിഞ്ഞത് എന്ന് അദ്ദേഹം പറഞ്ഞു. ഒരു ആധ്യാത്മിക കേന്ദ്രമായി നിൽക്കുമ്പോൾ തന്നെ ഏറ്റവും കരുത്തുറ്റ മതനിരപേക്ഷതയുടെ ഉടനടമായ ഒരു കേന്ദ്രമാണ്. ഇവിടെ അത് തെളിയിച്ചവരാണ് ഇവിടുത്തെ ജനങ്ങൾ. വളരെ പ്രസിദ്ധമായ സംഭവം മാതൃകാപരമായി എല്ലാവരുടെയും മനസ്സിലുള്ളതാണ്. ഇവിടുത്തെ അമ്പലത്തിന് തീപിടിച്ചപ്പോൾ എങ്ങനെയാണ് മറ്റെല്ലാവരും പ്രതികരിച്ചത്? ആ തീ അണക്കുന്നതിൽ ഹിന്ദുക്കൾ മാത്രമല്ല മുന്നിട്ടിറങ്ങിയത്. ഇവിടെയുള്ള മുസ്ലിങ്ങൾ അവരുടെ പള്ളികളിൽ ബാങ്ക് വെച്ച് ആളുകളെ അനുവദിച്ചു. ക്രിസ്ത്യൻ പള്ളികളിൽ കൂട്ടമണിയടിച്ച് അവിടുന്ന് ആളുകളെ അനുവദിച്ചു. അങ്ങനെ എല്ലാവരും ജാതിഭേദവും മതദ്വേഷവും ഏതുമില്ലാതെ സർവ്വരും സോദരരായി കഴിയുന്ന ഒരു നാട് എന്ന നിലയിൽ ആ സോദരന്മാരാകെ ആ തീ അണക്കുന്നതിനു വേണ്ടി ഓടിയെത്തുകയും. ഗുരുവായൂർ ക്ഷേത്രപ്രവേശന സത്യാഗ്രഹ സ്മാരക മന്ദിരത്തിൽ നടന്ന സമ്മേളനത്തിൽ CPI ഗുരുവായൂർ മണ്ഡലം സെക്രട്ടറി PK രാജേശ്വരൻ അധ്യക്ഷനായി. CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൾ ഖാദർ, മുൻ MP മാരായ PK ബിജു, CN ജയദേവൻ, സ്ഥാനാർത്ഥികളായ C രവീന്ദ്രനാഥ്, NK അക്ബർ, ഗീതാ ഗോപി, നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി സെക്രട്ടറി C സുമേഷ്, PK സൈതാലിക്കുട്ടി തുടങ്ങിയവർ സംസാരിച്ചു.